ിലേക്ക് പോകാം. മഹാശിവരാത്രി ആഘോഷങ്ങൾ തുടരുകയാണ്. ആലുവ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹം ഇപ്പോഴും തുടരുന്നു. മഹാദേവ ക്ഷേത്രത്തിൽ രാത്രി 12-ന് ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞതോടെ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി ആലുവ മണപ്പുറത്ത് നിന്ന്. ഡാനി, ശിവരാത്രിയോടനുബന്ധിച്ച് ഏറ്റവും വിശാലമായി ഏറ്റവും ഗംഭീരമായി ഇത്തരം ചടങ്ങുകൾ നടക്കുന്ന ആലുവയിലാണ്. വലിയ വിപുലമായ ഒരുക്കങ്ങൾ തന്നെ നടത്തിയിരുന്നു. എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ നമ്മൾ രാവിലെ ഇവിടേക്ക് എത്തുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു തിരക്കിലേക്ക് കടന്നിരുന്നു. വൈകുന്നേരത്തേക്ക് ആകുമ്പോഴേക്കും അത് തുടർച്ചയാവുന്ന രീതിയിലേക്ക് വന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആ ശിവരാത്രി അതിൻ്റെ ഒരു ചൈതന്യത്തിലേക്ക് ആളുകളുടെ ഇവിടേക്ക് വരുന്ന ഒരു തിരക്കിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ആ ഒരു തിരക്ക് തുടരുന്നു എന്നതാണ്. ഇപ്പുറത്ത് മഹാദേവ ക്ഷേത്രം, അവിടെ ഇന്നലെ ശിവരാത്രി വിളക്ക് തെളിച്ചതിന് ശേഷമാണ് ഇതിൽ ഔദ്യോഗികമായ രീതിയിലുള്ള ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകൾക്കടക്കം തുടക്കമായത്. ആ സമയം മുതൽ തന്നെ ഈ മണപ്പുറവും പരിസരവും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നവരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. പിന്നീട് ബലിതർപ്പണത്തിലേക്കെല്ലാം തന്നെ ഔദ്യോഗികമായി കടക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ എത്തുമ്പോൾ ഇപ്പോൾ സമയം ഇത്രയാകുമ്പോഴും ആലുവയിലേക്ക് നിരവധിയായ ആളുകൾ ഇവിടേക്ക് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി, മോക്ഷ ചടങ്ങുകൾക്കായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കിന് ഒരു കുറവും വന്നിട്ടില്ല. ഇന്നലെ ശിവരാത്രി ബലി ആയിരുന്നെങ്കിൽ, വാവുബലി ആയിരുന്നെങ്കിൽ, ഇന്ന് വരുമ്പോൾ കുംഭമാസത്തിലെ അമാവാസിയാണ്. അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഉച്ചവരെയും ഈ പിതൃമോക്ഷ ചടങ്ങുകൾ ഇവിടെ നടത്താം. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 116 തറകൾ ആണ്, ബലിത്തറകളാണ് ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 300-ലധികം കർമ്മികൾ ഇതിൽ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചടങ്ങുകളെല്ലാം തന്നെ വളരെ വിപുലമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ശിവരാത്രി ആഘോഷങ്ങൾ, മറ്റു ചടങ്ങുകൾ ഇതെല്ലാം തന്നെ സംഘടിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത്. ആലുവ മണപ്പുറത്തേക്ക് ഈ ദിവസങ്ങളിൽ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പിതൃമോക്ഷ ചടങ്ങുകൾ ചെയ്യുക, അത് വളരെ സവിശേഷമായി, വളരെ പരിഭാവനമായി കരുതുന്ന ഒന്നാണ്. ആ വിശ്വാസത്തോടു കൂടി തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ ഇവിടേക്ക് വരികയും ഈ മോക്ഷ ചടങ്ങുകളിലെല്ലാം തന്നെ മടങ്ങുകയും ചെയ്യുന്നത്. ഏതാണ്ട് 7 ലക്ഷത്തോളം പേർ 2 ദിവസം കൊണ്ട് ഇവിടെ, അതായത് ഇന്നലെയും ഇന്നുമായി, ഇന്നലെ തുടങ്ങുന്ന ആ തിരക്ക്, അത് ഇപ്പോഴും ഇന്ന് ഉച്ചവരെയും നീളുന്ന ആ തിരക്കിലേക്കെല്ലാം തന്നെ ഏതാണ്ട് 7 ലക്ഷത്തോളം പേർ ഇതിൽ പങ്കാളികളാകും എന്നതാണ് കണക്ക് കൂട്ടുന്നത്. അത്രത്തോളം തിരക്ക് ഈ സമയങ്ങളിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ളൊരു ക്രമീകരണങ്ങൾ, ഇവിടെ വന്നു പോകുന്നതിനടക്കമുള്ള ഒരു ക്രമീകരണങ്ങളടക്കം ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് പ്രത്യേക ദക്ഷിണ റെയിൽവേയുടെ പ്രത്യേക ഒരു സർവീസുകൾ കൂടുതലായിട്ട് ആലുവയിൽ അനുവദിച്ചിട്ടുണ്ട്. സ്റ്റോപ്പുകളടക്കമുള്ള കാര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം മെട്രോ റെയിലിൻ്റെ അധിക സർവീസുകൾ നടത്തുന്നു. കൂടുതൽ പേർക്ക് അതിൽ പങ്കെടുക്കാൻ ആലുവയിലേക്ക് എത്തുന്നതിന്, എളുപ്പത്തിൽ എത്തുന്നതിനെല്ലാം തന്നെ സാധിക്കുന്നു. KSRTC കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട്. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും അടക്കം കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഏതാണ്ട് 15ഓളം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 1500-ലധികം പോലീസിനെയാണ് അവിടെ വിന്യസിച്ചിട്ടുള്ളത്. അങ്ങനെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നു. നമ്മൾ ഈ സ്നാനപ്പടവുകളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ വളരെ സുരക്ഷയോടുകൂടി തന്നെ, ചിട്ടയോടുകൂടി തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. പ്രത്യേകം അവിടേക്ക് ഒരു ദൂരം നിഷ്കർഷിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകരുത്, സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്നിരക്ഷാസേന, അതോടൊപ്പം തന്നെ പോലീസ്, നേവിയുടെ മുങ്ങൽ വിദഗ്ധർ എന്നിവരടക്കം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അവർ റോന്തു ചുറ്റുകയും ചെയ്യുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തുന്നു എന്നതാണ്. രാവിലെ മുതൽ ഇന്ന് പുലർച്ചയോടുകൂടി തിരക്ക് വളരെയധികം തന്നെ കൂടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ആ ഒരു തിരക്കിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചവരെ നീളുന്ന ഈ ഒരു മോക്ഷ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഇത്തരം ഈ ചടങ്ങുകളിലേക്ക്
ഇനിയും ആളുകൾ ഇവിടേക്ക് എത്തും. ഉച്ചവരെയും ഈ തിരക്ക് ഇതേ രീതിയിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഈ ഉത്സവ ആഘോഷങ്ങളും അതിൻ്റെ എല്ലാം തന്നെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടേക്ക് എത്തുന്നവർ ഓരോ സമയവും അത് ഇവിടേക്ക് ആളുകളുടെ ഒരു എണ്ണം അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഉച്ചവരെയും ഈ ചടങ്ങുകൾ നീളുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണതോതിൽ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങിയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ ഇവിടേക്ക് ആളുകൾ എത്തി തുടങ്ങിയിരുന്നു. വൈകുന്നേരമാകുമ്പോഴേക്ക് അതൊരു വലിയൊരു ഒഴുക്കായിട്ട് തന്നെ മാറുകയും ചെയ്തു. ശിവരാത്രി ആഘോഷങ്ങൾ ഇന്നലെ അതിൻ്റെ ഒരു നിറവിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ രീതിയിലേക്ക് ഇവിടെ ഒരു ജനസമുദ്രം എന്നെല്ലാം പറയാവുന്ന രീതിയിലേക്ക് ആ രാത്രി കാഴ്ചകൾ മാറിയിരുന്നു എന്നതാണ്. ഇപ്പോഴും ചടങ്ങുകൾ തുടരുന്നു. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയ. ആലുവ മണപ്പുറത്ത് ശിവരാത്രി ബലിതർപ്പണ ചടങ്ങുകൾ തുടരുകയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റു വാർത്തകളിൽ